നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ PV അൻവർ വലിയ തോതിൽ ജയിക്കുമായിരുന്നു. അവിടെ UDFന്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായൊരു മണ്ഡലം ചോദിച്ചു വാങ്ങാനുള്ള സാഹചര്യവും തെളിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴോ കേരളത്തിൽ ഒരു MLAയ്ക്കും പിന്നാലെ വന്ന തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുത്തനെ വീഴേണ്ടി വന്നിട്ടില്ല. മുന്നണിയും പാർട്ടിയും ഏതാണെങ്കിലും ഒന്നോ രണ്ടോ സ്ഥാനത്തെത്തുകയാണ് പതിവ്. ഇവിടെ PV അൻവർ മലമറിച്ചു എന്നൊക്കെ തോന്നുമെന്നേയുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും വോട്ട് കിട്ടിയില്ലേ എന്നും ചോദിക്കാം. പക്ഷേ 9 വർഷം MLA ആയിരുന്നയാളാണ് എന്ന കാര്യം മറക്കരുത്. മറ്റുള്ള സ്ഥാനാർത്ഥിമാർക്ക് 30 ദിവസമാണ് പ്രചരണത്തിന് കിട്ടിയത് എങ്കിൽ 3200 ദിവസമായി ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നയാളാണ് PV അൻവർ. അൻവർ ഒരു പാർട്ടിയാകുമോ എന്ന് ചോദിച്ചാൽ 140 മണ്ഡലത്തിലും അൻവർ തന്നെ മത്സരിക്കേണ്ടി വരുമെന്നാണ് ഉത്തരം. മുന്നണികളെ എല്ലാം വെറുപ്പിച്ച PC ജോർജ് ഏതവസ്ഥയിലെത്തിയോ അതേ നിലയിലാണ് ഇന്ന് PV അൻവറും. എന്തു ധൈര്യത്തിലാണ് അൻവറിനെ മുന്നണിയിലെടുക്കുക? മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇടതുമുന്നണിയെക്കുറിച്ചും പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വയ്ക്കാം. VD സതീശനെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊക്കെ പൊറുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമോ?